അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം നിസ്കാരത്തിന് നിയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മൾ മദ്രസകളിൽ നിന്നത് കൃത്യമായി പഠിച്ചവരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ളുഹറിൻ്റെ നിയ്യത്ത് ഉസല്ലി ഫർളുൽ ളുഹരി അർബഅ റക്അത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാൻ ലില്ലാഹി തആല. പക്ഷേ പല ആളുകളും ഈ നിയ്യത്ത് വെക്കുന്നുണ്ടെങ്കിലും അയാളുടെ നിസ്കാരം ശരിയാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് സംഭവിക്കുന്നത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കിതാബുകളിൽ കാണാം നിയ്യത്തും ബിൽ ഖൽബ് എന്നാണ്. നിയ്യത്ത് എന്ന് പറയുന്ന കാര്യം അത് ഉണ്ടായിരിക്കേണ്ടത് ഹൃദയത്തിലാണ്. അങ്ങനെ ഹൃദയത്തിൽ നിയ്യത്ത് വരാത്ത കാലത്തോളം അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അയാളുടെ നിസ്കാരത്തിലേക്ക് അയാൾ പ്രവേശിക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. അപ്പോൾ നാം എന്ത് ചെയ്യണം? നാം അറബിയിലുള്ള നിയ്യത്ത് നാം ഉച്ചരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥം നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ളുഹറിൻ്റെ നിയ്യത്ത് നമ്മൾ വെച്ചതിന് ശേഷം ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന വളരെ ഹ്രസ്വമായ ഒരു നിയ്യത്ത് നാം എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇങ്ങനെ ഓരോ നിസ്കാരത്തിനും അത് മാറ്റി മാറ്റി മലയാളത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക. എന്നാൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഇന്നൽ ലിസാന യുസായിദുൽ ഖൽബ എന്ന് ഫത്ഹുൽ മൊയ്നിൽ നമുക്ക് കാണാൻ സാധിക്കും. നാവ് എന്ന് പറയുന്നത് അത് ഹൃദയത്തെ സഹായിക്കുന്നതാണ്. അഥവാ നാം ഒരു കാര്യം നാവ് കൊണ്ട് പല ആവർത്തി പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറാൻ, നമുക്ക് മനസ്സിലാവാൻ, നമ്മുടെ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കാൻ അത് സഹായിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിസ്കാരത്തിൽ എന്നല്ല, നിയ്യത്ത് ആവശ്യമായ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, പ്രധാനമായും റമദാൻ മാസമാണ് നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റമദാനിലെ ഓരോ നിയ്യത്തും നാം അറബിയിൽ ഉച്ചരിക്കുമ്പോൾ, പള്ളികളിൽ നിന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം തറാവീഹ് കഴിഞ്ഞാൽ ഇമാമ് അറബിയിലും അതിൻ്റെ മലയാളത്തിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കേട്ട് നാം നിയ്യത്ത് വെക്കാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അറബിയിൽ വെക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ മലയാളത്തിലും അവർ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് തറാവീഹ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി രാത്രിയിൽ നിയ്യത്ത് വെക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഈ രൂപത്തിൽ നാം ഹൃദയത്തിലേക്ക് നിയ്യത്തിനെ കൊണ്ടുവരുമ്പോഴാണ്, നമ്മളുടെ മനസ്സിലേക്ക് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നാം ഉച്ചരിക്കുമ്പോഴാണ് നമ്മുടെ നിയ്യത്ത് ശരിയാവുക. നിയ്യത്ത് ശരിയായാലേ നമ്മുടെ നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും നിയ്യത്ത് ആവശ്യമുള്ള ഏതൊരു അമലുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു ഇൽമു പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് എന്നുകൂടി ഉണർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.